സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞു നിൽക്കവേ കേരള ബജറ്റ് അങ്ങനെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയെക്കുറിച്ച് ധനമന്ത്രി ബജറ്റിൽ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും വരുമാനം കൂട്ടാനുമുള്ള മാർഗം മുന്നിൽ കണ്ടുകൊണ്ടും വരുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടുമാണ് സംസ്ഥാന ബജറ്റ് അങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ 4ാം ബജറ്റ് അവതരണം ആയിരുന്നു. 3 ലക്ഷം കോടിയുടെ നിക്ഷേപം അടുത്ത 3 വർഷത്തിൽ ലക്ഷ്യമിടുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. സംസ്ഥാനത്ത് സൂര്യോദയ സമ്പദ് ഘടനയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരണത്തിൽ പറയുകയുണ്ടായി. തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാൻ ആവില്ല കേരളത്തെ എന്ന ശക്തമായ വികാരത്തോടെയാണ് കേരള ബജറ്റ് അങ്ങനെ അവതരിപ്പിക്കുകയും ചെയ്തത്. കേരളത്തിനോട് വീണ്ടും കേന്ദ്രം അവഗണന തുടർന്നാൽ നേരിടാനായി കേരളത്തിന്റെ പ്ലാൻ ബി നടപ്പാക്കുമെന്നും കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ റെയിൽ വികസനം അവഗണിക്കുകയും ചെയ്തു. എന്നാൽ വികസന പ്രവർത്തനങ്ങളിൽ നിന്നും കേരളം പിന്നോട്ട് പോകില്ല എന്നും ക്ഷേമ പെൻഷൻകാരെ മുൻനിർത്തി മുതലെടുപ്പിന് ശ്രമം നടക്കുന്നുണ്ട് എന്നും ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ അധിഷ്ഠിതമായ കേരള മാതൃക വികസനത്തെ തകർക്കാനുള്ള ഗൂഢാലോചനകളാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പറഞ്ഞു എഴുതിയതും കേരളത്തെ തോൽപ്പിക്കരുതെന്നും ധനമന്ത്രി സഭയിൽ പറയുകയും ചെയ്തു. കേരള വിരുദ്ധരെ നിരാശപ്പെടുത്തുന്ന നേട്ടം കൈവരിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞുവെന്നും ധനമന്ത്രി പറഞ്ഞു. അടുത്ത 3 വർഷത്തിനകം 3 ലക്ഷം കോടിയുടെ വികസനം നടപ്പാക്കുകയും ചെയ്യും. അടുത്ത സാമ്പത്തിക വർഷം 1.38 ലക്ഷം കോടിയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവ്. അതേപോലെ 1.8 ലക്ഷം കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വിഴിഞ്ഞമടക്കം വൻകിട പദ്ധതികൾ പൂർത്തിയാക്കുമെന്നും പുതുതലമുറ നിക്ഷേപ മാതൃകകൾ സ്വീകരിക്കുമെന്നും സിയാൻ മോഡലിൽ കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരുമെന്നും മെഡിക്കൽ ഹബ്ബാക്കി കേരളത്തെ മാറ്റാനുള്ള പദ്ധതികളും വേഗത്തിലാക്കുമെന്നും കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരണത്തിൽ പറയുകയും ചെയ്തു. പ്രതിപക്ഷവും കേന്ദ്ര അവഗണന ഉണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ സ്വന്തം നിലയ്ക്കെങ്കിലും പ്രതിപക്ഷം തയ്യാറാകണമെന്നും 100 രൂപ നികുതി പിരിച്ചാൽ കേരളത്തിന് കേന്ദ്രം തരുന്നത് 21 രൂപ, യുപിക്ക് ഇത് 46 രൂപയാണ് എന്നും ധനമന്ത്രി പറയുകയും ചെയ്തു. 2024-25 ബജറ്റ് ഒറ്റനോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അതിലെ പ്രധാന വിവരങ്ങൾ ഇവയാണ്. 1,38,655 കോടി രൂപ വരവും 1,84,327 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നത്. റവന്യൂ കമ്മി 27,846 കോടി രൂപ മൊത്തം സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിൽ 2.12% ആക്കുകയും ചെയ്തു. ധനക്കമ്മി 44,529 കോടി, അതായത് ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3.4%. നികുതി വരുമാനത്തിൽ 7,845 കോടി രൂപയുടെയും നികുതിയേതര വരുമാനത്തിൽ 1,503 കോടി രൂപയുടെയും വർധനമാണ് ലക്ഷ്യമിടുന്നത്. കിഫ്ബി ഉൾപ്പെടെ മൂലധന നിക്ഷേപ മേഖലയിൽ 34,530 കോടിയുടെ വകയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. വിള പരിപാലനത്തിന് 535.90 കോടി രൂപയും 7 നെല്ലുൽപാദന കാർഷിക ആവാസ യൂണിറ്റുകൾക്ക് 93.60 കോടി രൂപയും അതുപോലെ വിഷരഹിത പച്ചക്കറി വികസനത്തിന് 78.43 കോടി രൂപ, നാളികേര കൃഷി വികസനത്തിന് 65 കോടി, ഫലവർഗ കൃഷി വികസനത്തിന് 18.92 കോടി. ഇതിൽ 25% ഗുണഭോക്താക്കൾ സ്ത്രീകളായിരിക്കുമെന്നതാണ് മറ്റൊരു കാര്യം. കാർഷികോൽപ്പന്ന വിപണന പദ്ധതിക്ക് 43.90 കോടി, അതുപോലെ മണ്ണ് ജലസംരക്ഷണത്തിന് 83.99 കോടി, മൃഗസംരക്ഷണത്തിന് 277.14 കോടിയുടെ വകയിരുത്തലുണ്ട്. അതേപോലെ മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ വീട്ടുപടിക്കിലേക്ക് എത്തിക്കാനും പദ്ധതികളുണ്ട്. ക്ഷീരവികസന മേഖലയ്ക്ക് 109.25 കോടി രൂപ, അതുപോലെ മത്സ്യബന്ധന മേഖലയ്ക്ക് 227.12 കോടി, മത്സ്യത്തൊഴിലാളികളുടെ പഞ്ഞമാസ സമാശ്വാസത്തിന് 22 കോടി, ഉൾനാടൻ മത്സ്യമേഖലയ്ക്ക് 80.91 കോടി, അതുപോലെ തീരദേശ വികസനത്തിന് 136.36 കോടി, മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യ മാനവശേഷി വികസനത്തിന് 60 കോടി, മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിന് ഭൂമിയും വീടും നൽകുന്ന പദ്ധതിക്ക് 10 കോടി, അതേപോലെ തീരദേശ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ 10 കോടി, പുനർഗേഹ പദ്ധതിയുടെ വാർഷിക പ്രവർത്തനങ്ങൾക്ക് 40 കോടി, മത്സ്യബന്ധന തുറമുഖങ്ങൾക്കായി 9.5 കോടി രൂപ, അതേപോലെ മത്സ്യത്തൊഴിലാളി അപകട ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതിക്ക് 11.18 കോടി രൂപയും മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ 10 കോടി, പൊഴിയൂരിൽ പുതിയ മത്സ്യബന്ധന തുറമുഖത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 5 കോടി, നിർമ്മാണ മേഖലയെ സജീവമാക്കാൻ 1000 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ, അതേപോലെ ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും ചന്ദനം സംരക്ഷിക്കുന്നതിനും പ്രത്യേക പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വനം വന്യജീവി മേഖലയ്ക്കായി 239.09 കോടി, പാരിസ്ഥിതിക പുനരുദ്ധാരണ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിനായി 50.30 കോടി, മനുഷ്യ വന്യമൃഗ സംരക്ഷണ ലഘൂകരണത്തിന് 48.85 കോടി രൂപ, അതേപോലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് 6 കോടി,
കേരള കാലാവസ്ഥ പ്രതിരോധ കാർഷിക മൂല്യ ശൃംഖല ആധുനികവൽക്കരണ പദ്ധതിക്ക് സംസ്ഥാന വിഹിതം 100 കോടി അങ്ങനെ മാറ്റിവെച്ചിരിക്കുകയാണ്. അതുപോലെ ലോകബാങ്ക് സഹായത്തോടെ 5 വർഷം കൂടി നടപ്പാക്കുന്ന പദ്ധതിക്ക് 2365 കോടി രൂപ ചെലവിടുകയും ചെയ്യും. പത്രപ്രവർത്തകരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് 25 ലക്ഷം, അതുപോലെ നാടുകാണിയിൽ സഫാരി പാർക്കിന് 2 കോടി, പെരുവണ്ണാമൂഴി മുതുകാടുള്ള 120 ഹെക്ടർ ടൈഗർ സഫാരി പാർക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന പദ്ധതി വിഹിതം സംസ്ഥാന പദ്ധതി അടങ്കലിന്റെ 28.09% ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് 8532 കോടി വകയിരുത്തലാണ് ഇതിൽ ഉള്ളത്. ഗ്രാമവികസനത്തിന് 1768.32 കോടി രൂപ, തൊഴിലുറപ്പിൽ 10.50 കോടി തൊഴിൽ ദിനം ലക്ഷ്യമാക്കുകയും ചെയ്യും. ഇതിനായി സംസ്ഥാന വിഹിതം 230.10 കോടി രൂപയുമാക്കി. 2025 നവംബറോടെ അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്നും, അതുപോലെ കുടുംബശ്രീക്ക് 265 കോടി, പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് 1736.63 കോടി രൂപ, ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി 456.71 കോടി രൂപ, പൊതുജനാരോഗ്യ മേഖലയ്ക്കായി 2052.23 കോടി രൂപ, 2025 മാർച്ച് 35-നകം ലൈഫ് മിഷൻ പദ്ധതിയിൽ 5 ലക്ഷം വീടുകളുടെ പൂർത്തീകരണം ലക്ഷ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷത്തേക്ക് 1132 കോടി രൂപയാണ് ഇതിനായി ഇറക്കിയിരിക്കുന്നത്. മുതിർന്ന പൗരന്മാർക്കായി വാർദ്ധക്യ സൗഹൃദ ഭവന പദ്ധതി, അതുപോലെ MN ലക്ഷം വീട് ഭവനം പദ്ധതിയിലെ 904 വീടുകൾ വാസയോഗ്യമാക്കാൻ 10 കോടി രൂപയും ഉറപ്പാക്കിയിട്ടുണ്ട്. കാസർഗോഡ്, ഇടുക്കി, വയനാട് പാക്കേജുകൾക്ക് 75 കോടി വീതം, ശബരിമല മാസ്റ്റർ പ്ലാനിന് 27.60 കോടി, അതേപോലെ സഹകരണ മേഖലയ്ക്കായി 134.42 കോടി രൂപ, ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരപരിപാലനത്തിനുമായി 588.85 കോടി രൂപയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഊർജ്ജ മേഖലയ്ക്കായി 1150.76 കോടി രൂപ, അതായത് 2024-25 കാലയളവിലേക്കാണ് ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. സൗരോർജ്ജത്തിലൂടെ 1000 മെഗാവാട്ട് സ്ഥാപിത ശേഷി കൈവരിക്കൽ ലക്ഷ്യം. അതേപോലെ തന്നെ KSRTCക്ക് 1120.54 കോടി രൂപയാണ് ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വൈദ്യുതി പദ്ധതിക്ക് 400 കോടിയും, അതേപോലെ വ്യവസായവും ധാതുക്കളും മേഖലയ്ക്കായി 1729.13 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇടത്തരവും വലുതുമായ വ്യവസായങ്ങൾക്ക് 773.09 കോടി രൂപ. കൊച്ചി മറൈൻ ഡ്രൈവിൽ 2150 കോടി രൂപയുടെ അന്താരാഷ്ട്ര വാണിജ്യ സമുച്ചയമാണ് ഉയരാൻ പോകുന്നത്. അതേപോലെ തന്നെ കശുവണ്ടി വ്യവസായത്തിന് 53.36 കോടി രൂപ, കശുവണ്ടി ഫാക്ടറി പുനരുദ്ധാരണത്തിനായി 2 കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ കാഷ്യൂ ബോർഡിന് റിവോൾവിംഗ് ഫണ്ടായി 40.81 കോടി രൂപയും ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. കൈത്തറി യന്ത്ര മേഖലയ്ക്കായി 51.89 കോടി രൂപ. പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി ആരോഗ്യ സുരക്ഷാ ഫണ്ട് രൂപീകരിക്കുകയും ചെയ്യും. അതേപോലെ സ്മാർട്ട് സിറ്റി മിഷൻ പദ്ധതിയുടെ നടത്തിപ്പിന് 100 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. തോട്ടം തൊഴിലാളികളുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1.1 കോടി രൂപയും, കരുമ്പ് വ്യവസായത്തിന് 107.64 കോടി രൂപയും, അതുപോലെ ഖാദി വ്യവസായത്തിന് പ്രോത്സാഹനം നൽകിക്കൊണ്ട് 14.80 കോടി രൂപയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. KSIDCക്ക് 127.30 കോടി രൂപയും, നിക്ഷേപ പ്രോത്സാഹന പ്രവർത്തനങ്ങൾക്ക് 22 കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത്. അതേപോലെ സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് ഉദ്യമങ്ങൾക്കായി 6 കോടി രൂപയും 72.2 ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കുന്ന രീതിയിൽ അങ്കണവാടി ജീവനക്കാർക്കായി പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ധനകാര്യ വകുപ്പിന് കീഴിലുള്ള വിവിധ ഓഫീസുകൾക്കായി ഓഫീസ് കോംപ്ലക്സുകളും തിരുവനന്തപുരത്ത് നിർമ്മിക്കുകയും ചെയ്യും. സർക്കാർ ജീവനക്കാർക്ക് അവർ വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന തരത്തിൽ അന്യൂറ്റി എന്ന പുതിയ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യും. ലൈഫ് സയൻസ് പാർക്കിനായി 35 കോടി, കേരള റബ്ബർ ലിമിറ്റഡിന് 9 കോടി, വൻകിട പശ്ചാത്തല വികസന പദ്ധതികൾക്കായി 300.73 കോടി രൂപ, കിൻഫ്രയ്ക്ക് 324.31 കോടി, കെൽട്രോൺ 20 കോടി, വിവര സാങ്കേതിക മേഖലയ്ക്ക് 507.14 കോടി, കേരള സ്പേസ് പാർക്കിന് 52.5 കോടി രൂപ. അതേപോലെ സംസ്ഥാനത്താകമാനം 2000 വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ കൂടി അങ്ങനെ ലഭ്യമാക്കിയിരിക്കുകയും കൂടിയാണ് ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്കായി 23.51 കോടി രൂപ, ഗ്രഫീൻ അധിഷ്ഠിത ഉൽപ്പന്ന വികസനത്തിനായി 260 കോടി, ഗതാഗത മേഖലയ്ക്ക് 1976.04 കോടി രൂപ. അതേപോലെ കൊല്ലം തുറമുഖ പ്രധാന നോൺ മേജർ തുറമുഖമാക്കി വികസിപ്പിക്കുകയും ചെയ്യുമെന്നൊക്കെയാണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു DA അനുവദിക്കുകയും ചെയ്യും. ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പമായിരിക്കും ഇത് ലഭിക്കുക. അതേപോലെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അശ്വേഡ് പെൻഷൻ പദ്ധതിയായിരിക്കും നടപ്പിലാക്കുക. റബ്ബർ സബ്സിഡി 180 രൂപയാക്കി ഉയർത്തുകയും ചെയ്തു.
അതേപോലെ നഗരവികസന പരിപാടികൾക്ക് 961.14 കോടി രൂപയാണ് ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ബീഡി, ഖാദി, മുള, ചൂരൽ, മത്സ്യബന്ധനവും സംസ്കരണവും, കശുവണ്ടി, കയർ, തഴപ്പായ അങ്ങനെ കരകൗശല നിർമ്മാണ തൊഴിലാളികൾക്കായി ധനസഹായത്തിന് 90 കോടിയാണ് അനുവദിച്ചിരിക്കുന്നത്. പട്ടികജാതി പദ്ധതിക്കായി 2979.40 കോടി രൂപയും പട്ടിക വർഗ വികസനത്തിന് 859.5 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. മറ്റ് പിന്നോക്ക വിഭാഗ ക്ഷേമങ്ങൾക്കായി 167 കോടി രൂപയും അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂനപക്ഷ ക്ഷേമത്തിനായി 73.63 കോടി രൂപ, അതേപോലെ മുന്നോക്ക വിഭാഗ ക്ഷേമത്തിനായി 35 കോടി എന്നിങ്ങനെയാണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ KSFക്കായി പുതിയ 50 ബ്രാഞ്ചുകളാണ് പുതിയ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. 3 വർഷത്തിനുള്ളിൽ 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാനുള്ള പരിപാടികൾ അങ്ങനെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസന സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ പ്രത്യേക ഡെവലപ്മെന്റ് സോണുകളും ഇതിനായി നിക്ഷേപ സംഗമവും മാരിടൈം ഉച്ചകോടിയും നടത്തുകയും ചെയ്യും. അതേപോലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ PG പൂർത്തിയാക്കുന്നവർക്ക് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ PhD പഠനത്തിന് അവസരം ഒരുക്കുകയും ചെയ്യും. ഇതാണ് 2024-25 കേരള ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും ബജറ്റ് പ്രഖ്യാപനത്തെ പ്രതിപക്ഷത്തെ വിമർശിക്കാനുള്ള ഒരു ഡോക്യുമെന്റ് ആക്കി തരം താഴ്ത്തിയെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് വന്നത്. രാഷ്ട്രീയ ആരോപണങ്ങളും രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും നടത്തി ബജറ്റിന്റെ നിലവാരം കെടുത്തിയെന്നും പവിത്രത നഷ്ടപ്പെടുത്തിയെന്നും ഒക്കെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ വിമർശനത്തിനുള്ള ഡോക്യുമെന്റ് ആക്കി ബജറ്റിനെ തരം താഴ്ത്തിയെന്നും തുടക്കം മുതൽ അവസാനം വരെ പ്രതിപക്ഷത്തെ വിമർശിക്കാനുള്ള ഡോക്യുമെന്റ് ആക്കി ബജറ്റിനെ മാറ്റുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ ആരോപണങ്ങളും രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും നടത്തി ബജറ്റിന്റെ നിലവാരം കെടുത്തുകയും ചെയ്തു. യാഥാർത്ഥ്യ ബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തിയെന്നുമാണ് VD സതീശൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. കാർഷിക മേഖലയെ നിരാശപ്പെടുത്തുന്ന ബജറ്റാണിതെന്നും VD ആരോപിക്കുകയും ചെയ്തു. നയാ പൈസ കയ്യിലില്ലാതെ ജനങ്ങളെ പറ്റിക്കുന്നതിനുള്ള ബജറ്റാണിതെന്നുമാണ് അദ്ദേഹം കുറ്റപ്പെടുത്തി സംസാരിച്ചത്. ലൈഫ് മിഷനിൽ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതിന്റെ 3% മാത്രമാണ് ചെലവാക്കിയത്. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചാണ് കൂടുതൽ പരാമർശവും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാർഷിക മേഖലയെ നിരാശപ്പെടുത്തുന്ന ബജറ്റുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. റബ്ബർ കർഷകരെ അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയും ചെയ്തു ബജറ്റിലൂടെ. കാർഷിക മേഖലയിൽ പ്രതിസന്ധി നേരിടുന്ന കാലമായിട്ടും റബ്ബറിന്റെ താങ്ങുവിലയിൽ 10 രൂപയാണ് ഇതിനകം കൂട്ടിയത്. 3 വർഷം കൊണ്ട് റബ്ബറിന് കൂട്ടിയത് 10 രൂപ മാത്രമാണ്. LDF പ്രകടന പത്രികയിൽ 250 ഉയർത്തുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും വിശ്വാസ്യത ഇല്ലാത്ത ബജറ്റാണ് ഇപ്പോൾ എന്തായാലും അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് റബ്ബർ കർഷകർക്ക് ഒരു ആശ്വാസം നൽകുന്ന തരത്തിൽ അവരെ അവഗണിക്കുന്ന തരത്തിലുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ക്ലീശയായ കമ്മ്യൂണിസ്റ്റ് പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് ധനസ്ഥിതി മറച്ചുവെച്ചു എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. മുൻപ് പ്രഖ്യാപിച്ച പാക്കേജുകൾ 1 രൂപ പോലും ചെലവാക്കിയിട്ടില്ല എന്നിട്ട് വീണ്ടും പണം വകയിരുത്തിയെന്നാണ് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. നാട്ടുകാരെ പറ്റിക്കുകയാണെന്നും നികുതി നിർദ്ദേശങ്ങൾ പ്രായോഗികം അല്ല, വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രമേ പ്രയോജനമുള്ളൂ എന്നും ബജറ്റിന് പവിത്രത ഇല്ല, സർക്കാരിന്റെ കയ്യിൽ നയാ പൈസ ഇല്ലെന്നുമാണ് VD സതീശൻ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്. അതേസമയം സംസ്ഥാന ബജറ്റ് സമകാലിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമില്ലാത്തതാണെന്നാണ് കേന്ദ്രമന്ത്രി V മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ദശകത്തിലെ ഏറ്റവും വലിയ തമാശയാണ് ഈ ബജറ്റ് എന്നും ബജറ്റ് കണ്ടിട്ട് മലയാളി ചിരിക്കണോ കരയണോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് എന്നാണ് മുരളീധരൻ പറഞ്ഞത്. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ ബജറ്റ് കേരളത്തെ വികസന കുതിപ്പ് നൽകുമോ എന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും.